ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു പറയുക, ഇതാണ് വർമ്മ സാറെ സത്യം. കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ ദിവ്യയെ ഞാനും രാജുവും കൂടെ ഒരു വാടക വീടെടുത്ത് താമസിപ്പിച്ചത്. ഹൃതിയെ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പ്രതാപ് വർമ്മയ്ക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. രാജു പറയുക, എന്നിട്ടും അമ്മയ്ക്കും മകനും മതിയായില്ല. ഈ വിവാഹം മുടക്കാനായി ദിവ്യ ഇവിടെ ഒന്ന് സത്യം പറയുമെന്ന് കരുതി അമ്മയും മോനും കൂടെ ഇന്നലെ പ്ലാൻ ചെയ്ത് ദിവ്യയും കുഞ്ഞിനെയും കിഡ്നാപ്പ് ചെയ്തു. ആ ഒരു കോൺഫിഡൻസിൽ ദിവ്യ ഒരിക്കലും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നുള്ള സമാധാനത്തോടെ സന്തോഷിച്ചിരിക്കുമായിരുന്നു അംബികാമ്മയുടെയും ദീപക് സാറും. ദിവ്യയുടെ മുഖം ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ടപ്പോൾ അംബികാമ്മയുടെ ഒന്ന് ഞെട്ടിയത് കുറച്ചുപേരെങ്കിലും ശ്രദ്ധിച്ചു കാണുമല്ലോ. കല്യാണത്തിന് കൂടിയ അതിഥികളുടെ മുന്നിൽ വെച്ച് രാജുവുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അംബികയുടെയും മോൻ്റെയും തൊലി അങ്ങ് ഉരിഞ്ഞുപോയി. നിക്കക്കള്ളി ഇല്ലാതായപ്പോൾ അംബിക പറയുക, ദേ രാജു, നീ ആവശ്യമില്ലാത്ത നുണകളൊന്നും പറയല്ലേ. എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല മാഡം. വർമ്മ സാറേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണേ. പ്രതാപ് വർമ്മ ദിവ്യയോട് ചോദിക്കുന്നു, ദിവ്യയെ, രാജു പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണ് വർമ്മ സാറേ. DNA റിപ്പോർട്ട് വന്നപ്പോൾ അത് ഇവിടെ വെച്ച് വലിച്ചേറി കളഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതേ നിന്റെ അമ്മയെ രക്ഷിക്കാനായിരുന്നോ? അതെ സാറേ. അത് ഞാനെങ്ങനെ വിശ്വസിക്കും? എന്താണ് അതിന് തെളിവ്? ഞാൻ എൻ്റെ അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ സാർ. ദിവ്യയുടെ അമ്മ ചിലപ്പോൾ ദിവ്യയ്ക്ക് വേണ്ടി നുണ പറഞ്ഞാലോ? മക്കളുടെ നന്മയെ കരുതി ചില അമ്മമാർ കുറച്ച് നുണയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ദിവ്യയുടെ അമ്മ വന്ന് പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ദിവ്യ തന്നെ ഇതിനെനിക്ക് മറുപടി പറയണം. വർമ്മ സാറിൻ്റെ മുന്നിൽ വിഷമിച്ച് നിൽക്കുന്ന ദിവ്യയെ കണ്ടിട്ട് രാജു പറയുവാണ്, വർമ്മ സാറേ, ദിവ്യയുടെ അമ്മയെ ദീപക് ചെന്ന് ഭീഷണിപ്പെടുത്തിയ ദിവസം അന്നത്തെ അയൽവീട്ടിലെ CCTV ക്യാമറയെ നോക്കിയാൽ കാണാവുന്നതാണല്ലോ ദീപകിൻ്റെ കാർ അതുവഴി കടന്നു പോകുന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ. എൻ്റെ കാറ് പോയ വഴിയിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ഞാനാ ചെയ്തതെന്ന് പറയുമല്ലോ. പെട്ടെന്ന് രാജു ദിവ്യയുടെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് കാണിക്കുന്നു, വർമ്മ സാറേ, ഇത് കണ്ടോ? ഇന്നലെ രാത്രി മുതൽ ദിവ്യ കെട്ടിയിട്ടിരുന്ന കയറിൻ്റെ പാടായത്. ആ കെട്ട് വലിച്ചു പൊട്ടിച്ചിട്ട് ഇവൾ എന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ദിവ്യയും കുഞ്ഞിനെയും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇനി ഒരു കള്ളവും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദീപക്കിനും അംബികയ്ക്കും മനസ്സിലായി. വാടക ഗുണ്ടകളുടെ അടുത്തുനിന്നും ദിവ്യയെ ഞാൻ ഇന്നലെ രക്ഷിച്ചെടുത്ത സ്ഥലത്തിൻ്റെ അടുത്ത് ദീപക് ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളത് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് എടുത്താൽ വർമ്മ സാറിന് എല്ലാം മനസ്സിലാവും. പ്രതാപ് വർമ്മ ചോദിക്കുന്നു, എന്താ ദീപക്കെ, ഞാൻ നിന്റെ ഫോൺ ഇന്നലെ സഞ്ചരിച്ച വഴിയൊന്ന് തിരയട്ടെ. എല്ലാ തെളിവുകളും തനിക്കെതിരായെന്ന് മനസ്സിലായപ്പോൾ ദീപക് പറയുന്നു, വേണ്ട അമ്മാവ, വേണ്ട. അപ്പോൾ നീ ഇന്നലെ ദിവ്യയും കുഞ്ഞിനെയും കിഡ്നാപ്പ് ചെയ്തുവെന്ന് നീ സമ്മതിക്കുന്നു. ഒന്നും മിണ്ടാനാകാതെ കുനിഞ്ഞു നിൽക്കുന്ന ദീപക്കിനോട് പ്രതാപ് വർമ്മ ദേഷിക്കുവാണ്. അപ്പോൾ രാജു പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലേടാ? സത്യമായിരുന്നു എന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു. എടാ നിന്നെ ഞാനെന്ന് പറഞ്ഞ് പ്രതാപൻ ദീപക്കിനെ അടിക്കാനായിട്ട് കൈയോങ്ങുമ്പോൾ അംബിക ഒരു നാടകം നടത്താൻ നോക്കുവാണ്. പ്രതാപ നിൽക്കെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ദീപക്കിൻ്റെ കരണത്തൊരൊറ്റടി. നീ ഇനി ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോരുത്, നടക്കടാ നിന്റെ മുറിയിലോട്ട്. ഞാൻ അറിയാതെ ഇതൊക്കെ എപ്പോഴാണ് നീ ചെയ്തത്? പ്രതാപന് വാശിയായി. പ്രതാപൻ പറയുക, നിക്ക് ചേച്ചി, ദിവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവനിവിടുന്ന് പോയാൽ മതി. അതിനി അകത്തേക്കായാലും ശരി, വീടിന് പുറത്തേക്കായാലും ശരി. അംബികയുടെ നാടകം അവിടെ വിജയിച്ചില്ല. അംബിക ആകെ തകർന്നുപോയി. ശേഖരം, യാമിനിയും ഋതികയും രാജുവിൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. രാജു ഉടനെ ജയനെ വിളിച്ചിട്ട് പറയുന്നു, അളിയ, ദിവ്യയുടെ കുഞ്ഞെവിടെ? ഇപ്പൊ കൊണ്ടുവരാ അളിയ എന്നും പറഞ്ഞ് ജയൻ പോയി കുഞ്ഞിനെ എടുക്കാൻ പോയിരിക്കുവാണ്. ഈ സമയത്ത് പത്മാവതി ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാകാത്ത രീതിക്ക് തലയിൽ തുണിയൊക്കെ ഇട്ടിങ്ങനെ മുഖമൊക്കെ മറച്ചു വെച്ചിരിക്കുവാണ്. അംബികയും മകനും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഭൂമി താണ് താഴോട്ട് പോന്ന പോലെ നിൽക്കുന്നുണ്ട്. പ്രതാപ വർമ്മ എല്ലാവരോടുമായി പറയുന്നുണ്ട്, ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുവാണ്. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമേ പിരിഞ്ഞു പോകാവുള്ളൂ. അങ്ങനെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാമെന്നവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. പത്മാവതി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്, ഈശ്വര, നീ എൻ്റെ പ്രാർത്ഥന കേട്ട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ഇനി എൻ്റെ മകളുടെ ഇഷ്ടം പോലെ അവൾക്ക് രാജുവിനെ വിവാഹം ചെയ്യാമല്ലോ. അപ്പോഴവിടേക്ക് ജയൻ ആ കുഞ്ഞുമായിട്ട് വരുന്നുണ്ട്. ദാണ്ട ദീപക് സാറേ, സാറിൻ്റെ കുഞ്ഞിനെ മേടിക്കാതെ മടിച്ചു നിൽക്കുന്ന ദീപക്കിനോട് പ്രതാപ് വർമ്മ ദേഷിക്കുന്നുണ്ട്, കുഞ്ഞിനെ മേടിക്കടാന്ന്. പെട്ടെന്ന് അവൻ ആ കുഞ്ഞിനെ 2 കൈ കൊണ്ട് മേടിക്കുന്നുണ്ട്. ദീപക് 2 കൈ കൊണ്ടും ആ കുഞ്ഞിനെ വാങ്ങിക്കുമ്പോൾ അംബികയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. സ്വത്തിനോടും പണത്തിനോടും ആർത്തി പൂണ്ട അംബികയ്ക്ക് സകല പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും തകർന്ന് അസ്തമിച്ചു പോയി. രാജു പറയുവാണ്, വർമ്മ സാറേ, ദീപക്കിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് ദീപക്കിൻ്റെ കയ്യിലേക്ക് ഹൃതിക മേഡത്തിൻ്റെ ജീവിതം ചെന്നെത്തുന്നത് അപകടമാണല്ലോ എന്ന് തോന്നിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്.
എനിക്കെല്ലാം മനസ്സിലായി രാജു. ആ പ്രേമരോഗി രോഹൻ അവിടെ നിന്നിട്ട് പറയുക, വല്യച്ഛ ഇതാണ് ബെസ്റ്റ് ടൈം, ഇപ്പോൾ പോയി വർമ്മ സാറിനോട് കാര്യങ്ങൾ സംസാരിച്ചാൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും നടക്കും. എടാ നീ എന്തായി പറയുന്നത്? എൻ്റെയും വർമ്മ സാറിൻ്റെ മോളുടെയും വിവാഹകാര്യം. വല്യച്ഛനൊന്ന് പോയി സംസാരിച്ചു നോക്ക്. അങ്ങനെ ആ വല്യച്ഛനും മോനും കൂടെ പ്രതാപവർമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ വർമ്മ പറയുന്നു, എടോ ഐ ആം റിയലി സോറി, എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. താൻ ആഹാരം കഴിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. എന്താ വർമ്മേ താനീ പറയുന്നത്? തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാനിപ്പോൾ ഓപ്പണായിട്ട് ചോദിക്കട്ടെ? എന്താടോ ചോദിക്കാനുള്ളത്? ഈ സമയത്ത് അത് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിടയിൽ ഇങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും മുഖവരയുടെ ആവശ്യമൊന്നും ഇല്ലെന്നും എനിക്കറിയാം. എടോ താൻ കാര്യം പറയടോ. എൻ്റെ അനിയൻ്റെ മകൻ രോഹന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തനിക്ക് സമ്മതമാണോ? ഓർക്കാപ്പുറത്തുള്ള ഒരു അടി പോലെ അവിടെ നിന്നവരൊക്കെ അങ്ങ് ആകെ ഞെട്ടിപ്പോയി. ഋതികയും രാജുവും യാമിനിയും ശേഖറും എല്ലാം ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കുവാണ്. വർമ്മ രാജുവിനെയും ഋതികയും എല്ലാം നോക്കുന്നുണ്ട്. അംബികയും ദീപക് കയ്യിൽ കുഞ്ഞുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് പ്രതാപന് ദേഷ്യം വരും. എന്താണ് അവിടെ നോക്കി നിൽക്കുന്നത്? നിന്നോട് പോകാനല്ലേടാ പറഞ്ഞത്? അംബിക ആകെ നാണം കെട്ട് നിൽക്കുക. എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? നിന്നോടല്ലേടാ പോകാൻ പറഞ്ഞത്? ദിവ്യ നോക്കിയിട്ട് പറഞ്ഞു, എന്താടി നിന്നോടിനി തനിയെ പറയണോ പോകാനെന്ന്? പോടി. അങ്ങനെ അംബികയും മകൻ ദീപക്കും കൈക്കുഞ്ഞും ദിവ്യയും എല്ലാവരും കൂടെ മുകളിലോട്ട് കയറിപ്പോവാണ്. മോളെക്കുറിച്ച് ചിന്തിച്ച് വിഷമം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. വാ വർമ്മേ, നമുക്ക് അങ്ങോട്ട് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. ഉടനെ പെട്ടെന്ന് രോഹൻ ഋതികയോട് ആ കൈ ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞ് കൈ പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയുന്നു, പെൺകുട്ടികളാ ഇത്രയും ധൈര്യം വേണം. താൻ ഗുഡ് ലുക്കിംഗ് മാത്രമല്ല, നല്ല ധൈര്യവും തൻ്റെ ഇടമുള്ള കുട്ടിയാ. ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രേമരോഗി അങ്ങ് പോവുകയാണ്. ഋതിക രാധമ്മയുടെ അടുത്തിട്ട് ഓടിച്ചെല്ലുവാണ്. രാധമ്മേ എന്നും പറഞ്ഞ് രാധമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടുമോളെ. ആ ദുഷ്ടൻ്റെ ഭാര്യയാകേണ്ടി വന്നില്ലല്ലോ എൻ്റെ മോക്ക്. പർദ്ദയിൽ നിൽക്കുന്ന ഋതിയോട് പറയുന്നു, എൻ്റെ മോള് ചെന്ന് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ യാമിനി ഋതിയെ വേഷമൊക്കെ മാറ്റാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. രാജുവിനോട് വേണുവേട്ടൻ ചോദിക്കുന്നു, എടാ വർമ്മ സാറിനോട് സാഗർരാജൻ അയാളുടെ അനിയൻ്റെ മകന് വേണ്ടി വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുവോടാ? ആ ഉറപ്പിക്കാനാണ് അച്ഛാ സാധ്യത. അവരുടെ കുടുംബങ്ങൾ തങ്ങളിൽ നല്ല അടുപ്പമാണ്. ഋതിക മേഡത്തിനെ ചുറ്റിപ്പറ്റി പുതിയ പുതിയ അവതാരങ്ങൾ എത്തുവാണല്ലോ എന്നോർത്ത് രാധമ്മയും വേണുവേട്ടനും എല്ലാവരും നിന്ന് വിഷമിക്കുവാണ്. മുറിയിലോട്ട് ദീപക് കൈക്കുഞ്ഞും അംബികയും ദിവ്യയായിട്ട് വന്നിട്ട് ദീപക് പറയുക, എടി ഈ കുഞ്ഞിനെ അങ്ങോട്ട് പിടിക്കടി. നിന്നോട് കുഞ്ഞിനെ പിടിക്കാനല്ലയോടി പറഞ്ഞത്? ദിവ്യ നല്ല ധൈര്യത്തോടെ പറയുക, സ്വന്തം കുഞ്ഞല്ലേ, കുറച്ചു നേരം എടുത്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാൻ 10 മാസം ചുമന്നുകൊണ്ട് നടന്നതാ. ഇനി അങ്ങോട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ അങ്ങ് എടുത്താൽ മതി. അതുകൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. എടി ഇടിയുന്നത് ആകാശമാണോ ഭൂമി വിളർന്ന് പോവുകയാണോ എന്നുള്ളതൊക്കെ ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരാവടി. അമ്മേ ദാണ്ട് ഇവളോട് കുഞ്ഞിനെ മേടിക്കാൻ പറ. ഉടനെ അംബിക, ദിവ്യയെ നീ നിൻ്റെ കുഞ്ഞിനെ മേടിക്ക്. എൻ്റെ കുഞ്ഞോ? അതെങ്ങനെ എൻ്റെ കുഞ്ഞ് മാത്രമാകുന്നത്? ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത അച്ഛൻ്റെ കയ്യിൽ തന്നെ കുഞ്ഞിരിക്കുന്നത്. കുറച്ചു നേരം ദീപക്കിന് ആ കുഞ്ഞിനെ എടുത്തപ്പോൾ ദീപക്കിന് മടുത്തോ? എങ്കിൽ ദീപക്കൊന്ന് ഓർത്തോ, ജീവിതകാലം മുഴുവൻ ദീപക് ഇവനെ നോക്കി വളർത്തേണ്ടി വരും. അംബികയാകെ തകർന്ന് വിഷമിച്ച് നിൽക്കുക. എന്നിട്ടിപ്പോൾ ആ ദേഷ്യം മുഴുക്ക ദിവ്യയുടെ നേരെയാണ് കാണിക്കുന്നത്. എന്താടി നിൻ്റെ ശബ്ദത്തിനും വാക്കിനും ഒരു മര്യാദ കുറവ്? നീ എന്നു മുതലാടി എൻ്റെ മകനെ പേരൊക്കെ എടുത്ത് വിളിക്കാൻ തുടങ്ങിയത്? എന്നും പറഞ്ഞ് അംബിക ദിവ്യയുടെ കർണക്കുറ്റിക്കൊരടി. വേലക്കാരി, ഒരവസരം കിട്ടിയപ്പോൾ കുഞ്ഞിനെ വാങ്ങിക്കടി. അതെ, ഞാൻ വേലക്കാരി തന്നെയാ. നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം, തല്ലാം, വേണമെങ്കിൽ കൊല്ലാം. പക്ഷെ ഞാൻ പ്രസവിച്ച ഈ കുഞ്ഞ് ഇനി ദീപക്കിൻ്റെ കയ്യിൽ തന്നെ കാണും. അപ്പോൾ നീ എല്ലാം തീരുമാനിച്ചു തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേടി? അതെ, ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെ. എങ്കിൽ നീ ഒന്ന് ഓർത്തോ, ഇവിടെ തന്നെ തുടരാമെന്നുള്ള നിന്റെ വ്യാമോഹമില്ലേ, നിന്നെ ഞാൻ ജീവനോടെ പുറത്തു വിടില്ല. അതിനും തയ്യാറായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ദീപക്കുടനെ കയറി പറയാ, എങ്കിൽ നീ ഒരു വെള്ളത്തുണിയും മൂക്കിൽ വെക്കാൻ കുറച്ച് പഞ്ഞിയും കൂടെ കരുതിക്കോടി. അത് കേട്ടോണ്ട് രാജു അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ ദീപക്കെ വെള്ളത്തുണിയും പഞ്ഞിയും ഒക്കെ? എന്താ നീ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും പോകുന്നുണ്ടോ? ദീപക് പറയുക, എടാ രാജു, ഇവളെ നീ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഹൃദയം വിവാഹം കഴിച്ച് അവളുടെ സ്വത്തുമൊക്കെ കൈക്കലാക്കി സുഖമായിട്ട് ജീവിക്കാൻ നീ അങ്ങനെ കണക്ക് കൂട്ടണ്ട കേട്ടോ. ഞാനിപ്പോഴൊന്ന് വീണ്, അത്രേ ഉള്ളു. പൂർവാധികം ശക്തിയോടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുവടാ. നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും അസ്ഥിവാരം വരെ ഞാൻ തോണ്ടും. നീ കരുതിയിരുന്നോ? പറയുന്ന ദീപക്ക. എന്താ ദീപക്ക ഇത്? ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ ഉറങ്ങുന്ന കുഞ്ഞുണരില്ലേ? നീ വില്ലത്തരം കാണിക്കുന്ന പോലൊന്നും അല്ല. കൊച്ചിനെ ഉറക്കാൻ പിന്നെ വലിയ പാടാ. നിനക്ക് സംശയമുണ്ടെങ്കിൽ വേണ്ട അംബിക മാഡത്തിനോട് ചോദിച്ചു നോക്ക്. എടാ രാജു, ഞാൻ നട്ടു വളർത്തുന്ന ചെടിയിലെ ഒരു ഇത്തിള് വന്നാൽ ഞാനതങ്ങ് പറിച്ച് ദൂരെ കളയും.
എൻ്റെ മകന് തെറ്റ് പറ്റിയിട്ടുണ്ടാകാം. അതിന് പകരമായി ഞാൻ ഇവൾക്ക് പൊന്നോ പണമോ ഭൂമിയായോ എന്താന്ന് വെച്ചാൽ കൊടുത്തേക്കാം. പക്ഷേ ഇവൾ ജീവിതകാലം മുഴുവൻ എൻ്റെ മോൻ ചുമക്കണമെന്ന് പറയുവാണെങ്കിൽ അത് നടക്കില്ല രാജു. എൻ്റെ മകൻ ചെയ്ത ഒരു അബദ്ധം, അവൻ്റെ ഒരു തമാശ, ഇതത്രേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതൊരു വലിയ സംഭവമാക്കി. എല്ലാം ഒന്ന് ആറട്ടെ. എന്താ വേണ്ടതെന്ന് ഈ അമ്പികയ്ക്ക് അറിയാം. നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു? നിങ്ങളും ഒരമ്മയല്ലേ? വർമ്മസാറിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യന്റെ സഹോദരിയായി നിങ്ങൾ എങ്ങനെ ജനിച്ചുവെന്ന് എനിക്കറിയാൻ വയ്യാത്തത്. എടാ, മതിയാക്കിക്കോണം നിന്റെ അധിക പ്രസംഗം. ദേ കൊച്ചു മുള്ളി, അമ്മ ഈ കൊച്ചു മുള്ളി. അമ്മയെ കൊച്ചിനെ ഒന്ന് പിടിച്ചേമ്മേ. അയ്യേ, നീ അങ്ങോട്ട് മാറി നിൽക്ക് ദീപക്കെ. അമ്മയെ ഈ കൊച്ചു മുള്ളിയെന്ന്. ഡീ, ഈ കൊച്ചിനെ അവൻ്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിച്ചേ. അമ്മയുടെയും മോൻ്റെ അറപ്പ് കണ്ടിട്ട് രാജു ചോദിക്കുക, നിങ്ങളെന്തിനാ മേഡം ഇങ്ങനെ അറപ്പ് കാണിക്കുന്നു? കേട്ടിട്ടില്ലേ ഉണ്ണിമൂത്രം പുണ്യമാണെന്ന്? പിന്നെ പുണ്യാഹം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് രാജു ദിവ്യയോട് പറയുന്നു, ദിവ്യ നീ കുഞ്ഞ് ദീപക്കൻ്റെ ഇത് വാങ്ങിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് കുഞ്ഞിനെ എന്നിട്ട് റൂമിൽ കിടത്ത്. ദീപക്, അയ്യേ അത് പറ്റില്ല, എൻ്റെ റൂമിൽ ഇതിനെയൊന്നും കിടത്താൻ പറ്റത്തില്ല. വേണമെങ്കിൽ ആ റെസ്റ്റ് റൂം അങ്ങനെ ഉപയോഗിക്കട്ടെ. ആണോ? എന്നാൽ ഞാനിപ്പോൾ വർമ്മ സാറിനെ വിളിക്കാം. ഏത് റൂമിലാണ് കിടത്തേണ്ടതെന്ന് വർമ്മ സാറ് പറയും. അയ്യേ, എൻ്റെ ഷർട്ടിലൊക്കെയാ ഇത് കണ്ടോമ്മേ, ഊരിക്കളയടാ അത്. എടാ രാജു, നീ ഇത് രണ്ടാമത്തെ തവണയാ ഇവളെ ഇറക്കി നീ എൻ്റെ അടുത്ത് കളിക്കുന്നത്. നീയും ഇവളും ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാനാ പറയുന്നത്, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. വാമ്മേ എന്ന് പറഞ്ഞ് ദീപക് അമ്പിയെ വിളിച്ചോണ്ട് ആ റൂമിൽ നിന്ന് അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. സാഗരാജനും പ്രതാപവർമ്മയും കൂടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തകർത്ത് പിടിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഋതികയുടെ വിവാഹം ഇങ്ങനെ മുടങ്ങുന്നത്. അതൊക്കെ അങ്ങനെയാ വർമ്മേ, ദൈവം തീരുമാനിക്കുന്നതേ നടക്കൂ. ഇന്നിവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇവൻ എൻ്റെ കൂടെ വരാനും കല്യാണപ്പെണ്ണ് ആരാണെന്ന് പോലും അറിയാതെ ഋതിയെ ഇവൻ കാണാനും കണ്ടിഷ്ടപ്പെടാനും നടക്കാനിരുന്ന വിവാഹം മുടങ്ങുന്നതും എല്ലാം ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഋതികെ അങ്ങോട്ട് വന്ന് അതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവൻ ഇതുവരെയും ഒരു പെൺകുട്ടിയോടും താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ കണ്ട മാത്രമേ തന്നെ തൻ്റെ മകളെ ഇവൻ ഇഷ്ടമായി. ഇവർ തമ്മിലുള്ള വിവാഹം നടക്കണമെന്നായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം. താൻ നടന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. രോഹൻ പറയുക, അങ്കിളിനോട് അങ്കിളിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പ്രായമോ യോഗ്യതയോ എനിക്കില്ലെന്നറിയാം. പക്ഷേ എനിക്കിത് അങ്കിളിനോട് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകനാണ് ഞാൻ. സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ നടത്തുന്നുണ്ട്. ഋതികയെ അങ്കിൾ എനിക്ക് വിവാഹം കഴിച്ച് നൽകിയാൽ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും നോക്കുന്ന പോലെ പൊന്നുപോലെ ഞാൻ ഋതികയെ നോക്കിക്കോളാം. പ്രതാപൻ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനമെടുത്താലോ എന്ന് ഭയന്നിട്ട് ശേഖരൻ പറയുന്നു, ചേട്ടാ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം നമുക്കിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് യാമിനിയും പറയുന്നു, പ്രതാപേട്ട ഋതുമോളോട് സംസാരിച്ച് അവളുടെ തീരുമാനവും കൂടെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വാക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. സാഗരാജൻ പെട്ടെന്ന് കയറി പറയുക, ഇങ്ങനൊരു അവസരത്തിൽ ഋതികമോളോട് പെട്ടെന്നൊരു അഭിപ്രായം ചോദിച്ചാൽ ഒരു നല്ല തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 തവണ ദീപക്കുമായിട്ടുള്ള വിവാഹം മുടങ്ങിയതല്ലേ, ആ വിഷമം ആ കുട്ടിക്ക് കാണാതിരിക്കുമോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാരണവന്മാരെ തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. ശേഖര, നമുക്ക് ഈ ബന്ധത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാലോ? പ്രതാപേട്ട എന്ന് യാമിനി വീണ്ടും വിളിക്കുമ്പോൾ സാഗരാജൻ പറയുന്നു, യാമിനി വിളിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉടനെ തന്നെ ഇവൻ്റെ അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഋതിക പെട്ടെന്ന് അച്ഛാ എന്ന് വിളിക്കുവാണ്. അവൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് പറയാനാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ വർമ്മ പറയുവാണ്, ഋതികെ നീ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ വിവാഹം നടന്നു കാണണമെന്ന് എനിക്കും ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നി തുടങ്ങി. ഇവരൊക്കെ ഇപ്പോൾ ഈ പ്രപ്പോസലിനെ കുറിച്ച് എന്നോട് നിർബന്ധിക്കുമ്പോൾ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വർമ്മ ഇങ്ങനെ വിഷമിച്ചാലോ? ഞാൻ പറഞ്ഞില്ലേ നടന്നതെല്ലാം നാളത്തെ നല്ലതിന് വേണ്ടിയാണെന്ന്. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഞാൻ ഇവൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് വരാം. ദീപക്കെന്ന ഒരു വലിയ മാരണം തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അടുത്ത കുരിശുമായി ഈ രോഹൻ എന്ന അവതാരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപവർമ്മ എന്ത് തീരുമാനമെടുക്കും? ഋതിയെ അതിനെ അനുകൂലിക്കുമോ? രാജു തന്നെ ഋതികയെ വിവാഹം കഴിക്കുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.